ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ബാലനായിരുന്നപ്പോൾ ഏഥൻസിലെ പ്രസിദ്ധനായ ഒരു ശില്പകലാ വിദഗ്ധൻ്റെ പണിശാല സന്ദർശിച്ചു. സുന്ദര ശില്പങ്ങളുടെ ഒരു മായാ പ്രപഞ്ചമായിരുന്നു അവിടം. ശില്പങ്ങളുടെ കലാഭംഗി ആസ്വദിക്കുമ്പോൾ ഒരു പ്രത്യേക ശില്പം ബാലനെ വളരെയേറെ ആകർഷിച്ചു. ആ പ്രതിമയുടെ പ്രത്യേകതയോ 2 ചിറകുകളാൽ മുഖം മറയ്ക്കപ്പെട്ടിരുന്നു എന്നതാണ്. ഈ ദേവൻ്റെ പേരെന്താണ്? ബാലൻ ശില്പിയോട് ചോദിച്ചു. അവസരം. ശില്പി മറുപടി പറഞ്ഞു. ഇതിൻ്റെ മുഖം മറച്ചു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? വീണ്ടും ബാലൻ ചോദിച്ചു. മനുഷ്യൻ സദാ വലിയ തിരക്കിലാണ്. തിരക്കിനിടയിൽ അവസരങ്ങൾ പലതും അവൻ നഷ്ടപ്പെടുത്തുന്നു. ഇത് സൂചിപ്പിക്കുകയാണ് മുഖം മറച്ചു വെച്ചിരിക്കുന്ന ശില്പം. ചിറകുകളുടെ അർത്ഥമോ? കുട്ടി, അവസരം നഷ്ടപ്പെട്ടാൽ അതൊരിക്കലും തിരിച്ചു വരികയില്ല. നഷ്ടപ്പെടുന്ന ഓരോ അവസരവും നമുക്ക് എത്താൻ പാടില്ലാത്ത ദിക്കിലേക്ക് പറന്ന് പോകുന്നു എന്ന് കാണിക്കുവാനാണ് ഈ ചിറകുകൾ. അവസരങ്ങൾ നമ്മെ കാത്തു എന്നതാണ് വാസ്തവം. സമയവും തിരമാലയും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല എന്ന പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിരിക്കും. പറഞ്ഞുപോയ വാക്ക്, എയ്തുവിട്ട അമ്പ്, നഷ്ടപ്പെട്ടു പോയ അവസരം, ഇവ ഒരിക്കലും തിരികെ ലഭിക്കുന്നില്ല എന്നതാണ് ആപ്തവാക്യം. അവസരങ്ങൾ നഷ്ടപ്പെടുന്നവന് വിജയങ്ങൾ നഷ്ടപ്പെടും എന്നൊരു മഹാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ എന്ന് 90-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അർത്ഥവത്തായി ദിവസേന ജീവിതത്തെ ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കണം. സമയം എന്നതിന് ഗ്രീക്ക് ഭാഷയിൽ 2 വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു. ക്രോണോസ് എന്നും കൈറോസ് എന്നും. അഥവാ ദൈവത്തിൻ്റെ സമയം. സമയം ദൈവത്തിൻ്റെ സമയമായി കാണുവാൻ സാധിക്കുന്നവരാണ് യഥാർത്ഥ ജ്ഞാനി. ചില ആളുകൾ അവരുടെ ജന്മദിനം വലിയ ആർഭാടമായി ആഘോഷിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നു. നൈമിഷിക സന്തോഷങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യർ ധാരാളമുണ്ട്. എന്നാൽ ജീവിതം ലക്ഷ്യനിഷ്ഠമാക്കുന്നതിലും അർത്ഥവത്താക്കുന്നതിലും നമുക്ക് എത്രമാത്രം ഉത്തരവാദിത്വമുണ്ടെന്ന സത്യം നാം വിസ്മരിക്കുകയും ചെയ്യുന്നു. ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ വേളയിൽ നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു എന്ന വചനവാക്യത്തിൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്തുകൊണ്ട് യഥാർത്ഥമായ സന്തോഷം നാം അനുഭവിക്കുന്നുണ്ടോ? യഥാർത്ഥമായ യേശുക്രിസ്തു എന്ന നക്ഷത്രത്തെ കാണുവാനായി നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ ഈ പ്രഭാതത്തിലെ ധ്യാനം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ തക്കോണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. യഥാർത്ഥത്തിൽ കർത്താവെ, അവിടുന്ന് ഞങ്ങൾ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ യഥാർത്ഥമായ സന്തോഷം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവെ, അങ്ങയോട് ചേർന്ന് ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള സന്തോഷത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ നിമിഷവും ജീവിപ്പാൻ തക്കോണം ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.